ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് T20 2026 മത്സരങ്ങൾ നടക്കുകയാണല്ലോ. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് ഓരോ മലയാളികളും. സഞ്ജു ഇപ്പോഴും ഫോമിലല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പായി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായി സഞ്ജു കളിച്ച ഇന്നിങ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 2 സെഞ്ചുറികൾ അടിച്ച, നിരവധി സിക്സുകൾ പായിച്ച് ബോളുകൾ ബൗണ്ടറിയിലേക്ക് ആഞ്ഞടിച്ച ഒരു നല്ല പ്ലെയറാണ് സഞ്ജു സാംസൺ. സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെല്ലാം വളരെ ഭയത്തോട് കണ്ടിരുന്ന ഒരു അഗ്രസീവ് ബാറ്റ്സ്മാനായിരുന്നു സഞ്ജു സാംസൺ. എന്നാൽ അടുത്തിടെയുണ്ടായ ന്യൂസിലൻഡുമായുള്ള 5 മത്സരങ്ങൾ അദ്ദേഹം ഫോം ഔട്ട് ആയതിനെ തുടർന്ന് പലരും സഞ്ജുവിനെ ഇപ്പോഴും അടച്ചാക്ഷേപിക്കുകയാണ്. ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ സഞ്ജു ഫോം ഔട്ട് ആയിരുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ഏതൊരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു സാധാരണ സംഭവം. വലിയ പ്രഗത്ഭരായ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സച്ചിൻ ടെണ്ടുൽക്കറുമെല്ലാം ഇതേ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നുപോയവരാണ്. ക്രിക്കറ്റിൻ്റെ ദൈവമെന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കറും ഫോം ഔട്ടായി കളിച്ച അനേകം മത്സരങ്ങളുണ്ട്. ക്രിക്കറ്റിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന വിരാട് കോഹ്ലിയും ഫോം ഔട്ടായി കളിച്ചിരുന്ന അനേകം മത്സരങ്ങളുണ്ട്. എന്നാൽ അവരുടെ എല്ലാം അവസ്ഥകളെ മനസ്സിലാക്കി ടീം വീണ്ടും അദ്ദേഹത്തിന് ചാൻസുകൾ നൽകിയായിരുന്നു, സച്ചിനും വിരാട് കോഹ്ലിക്കും. എന്നാൽ സഞ്ജുവിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാര്യങ്ങളുടെ കിടപ്പ്. താൻ മുൻപ് കാലങ്ങളിൽ വളരെ നല്ല ഫോമിലായിരുന്നിട്ടും അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. നിരവധി മത്സരങ്ങളിൽ ബെഞ്ചിലിരിക്കാനാണ് സഞ്ജു സാംസണെ ടീം ഇന്ത്യ അനുവദിച്ചത്. എന്നാൽ ഒരു തവണ ഫോം ഔട്ട് ആയതിനെ തുടർന്ന് T20 വേൾഡ് കപ്പ് 2026 ലിസ്റ്റിലുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പരിഗണിക്കാതെ മറ്റു പ്ലെയേഴ്സിനെ പരിഗണിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും മനസ്സിലാകുന്നതാണ്. എന്നാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ എല്ലാ ക്രിക്കറ്റ് ആരാധകരും വളരെയധികം വിഷമത്തിലാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സഞ്ജു കഴിഞ്ഞ തവണ കളിച്ച മത്സരം. വെറും 8 ബോളിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയ 3 സിക്സും ഒരു 4ഉം. ഇത് എല്ലാ പ്ലെയേഴ്സിനെയും കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ സഞ്ജു ഇപ്പം ഫോമിലാണ്. അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുകയാണെങ്കിൽ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീം പേടിക്കേണ്ടതായുണ്ട്. സഞ്ജുവിനെ ബോളെറിയുന്ന ഓരോ ബോളറുടെയും മുട്ടുപറയ്ക്കാൻ തുടങ്ങും. കാരണം അവനിലൂടെ വലിയ സിക്സുകളും 4കളും ബൗണ്ടറി പായിക്കാൻ സാധിക്കും എന്നത് തന്നെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സഞ്ജുവിന് അവസരം കൊടുക്കുന്നതിനെപ്പറ്റി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു സിനിമ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.